പട്ടി മോങ്ങണ പോലെ മോങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ലുണ്ണി. അവളെ വകതിരിവുള്ള പെണ്ണ. കോട്ടയ്ക്കലെ പെണ്ണിനെ കെട്ടാനുള്ള പൂതി അങ്ങ് ആറ്റുവെള്ളത്തിൽ ഒഴുക്കുന്നതാ നല്ലത്. തൊലിവെളുപ്പ് കണ്ട് മയങ്ങണ അവളുമാര് ഈ നാട്ടിൽ ഉണ്ടാവും. എന്റെ മോളെ നീ ആ കൂട്ടത്തിൽ കൂട്ടേണ്ട. ദേവരെ നീ 100 ജന്മം കുളിച്ചു തൊഴുതാലും അവൾ നിനക്ക് കഴുത്ത് നീട്ടില്ല. കോളേജ് അധ്യാപികയെ കയറി പ്രേമിച്ച JCB ഡ്രൈവർ. നിന്റെ പേര് പറയുമ്പോഴേ നീട്ടി തുപ്പുക എന്റെ മോൾ. ഇത്രയും കാലം ഇല്ലാത്തൊരു പ്രേമത്തിന്റെ പേരിൽ എന്റെ മോളെ നാറ്റിച്ചില്ലേ നീ? വീണിയുടെ അമ്മ ഇതൊക്കെ പറയുമ്പോഴൊന്നും എനിക്ക് മറുപടിയില്ലായിരുന്നു. പറമ്പിൽ മണ്ണെടുക്കാൻ പോയവൻ അവിടുത്തെ പെണ്ണിനെ മോഹിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. ഞാനായിട്ട് അവളുടെ ജീവിതം നശിപ്പിക്കില്ല. അമ്മ വയ്ക്കോ, ഇഷ്ടം തോന്നിപ്പോയി. അർഹിക്കാത്തതാണെന്ന് അറിയാം. ബുദ്ധിമുട്ടിച്ചതിനൊക്കെ ആ കുട്ടിയെ നേരിൽ കണ്ട് മാപ്പ് പറയാൻ ഇരിക്കുക ഞാൻ. സദാസമയവും കള്ളു നിറണ നിന്റെ വായിന്ന് വെളിവുള്ള ഒരു കൂട്ടം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. കള്ളോ? ഇല്ലാത്തത് കൂടി പറയലേ അമ്മേ. ഞാൻ ഇതുവരെ കൈകൊണ്ട് തൊട്ടിട്ടില്ല അതൊന്നും. അതുകൂടൊക്കെ തുടങ്ങ്. അപ്പോൾ നിന്നെ പുറളവന്മാരെ തമ്പുരാൻ മനസ്സറിയാതെ അങ്ങ് കൊണ്ടുപോകും. വരുന്ന ഞായറാണ് കല്യാണം. നീ വരണം. നിന്നെ ക്ഷണിച്ചത് കല്യാണം കൂടാനല്ല, ചവറ് മൂടാൻ. ഓഡിറ്റോറിയത്തിന്റെ വളപ്പിൽ ഒരു കുഴി മാന്തണം. അതിന് നീ തന്നെ വീണമെന്ന് മോൾക്ക് നിർബന്ധമാണ്. നിനക്ക് അതിനുള്ള യോഗ്യതയെ ഉള്ളെന്ന് കൂട്ടിക്കോ. ആദ്യമായി അവൾ ക്ഷണിച്ചതല്ലേ, ഞാൻ ഉണ്ടാകും അവിടെ. കുറുതൊടിയിക്കാനായിരുന്നു മോഹം, കുഴിവെട്ടാനാണ് വിധി. ഒരു ചിരിയും പാസാക്കി അവർ അവിടെ നിന്നും പോയി. നാട്ടിൽ ഹിറ്റായ ഒരു വൺവേ പ്രേമം ക്ലൈമാക്സിനോട് അടുക്കുന്നു. കേരള ചായക്കടയിലെ ഭിത്തിയിൽ പോലും തന്നെ ഒരിക്കൽ പോലും മൈൻഡ് ചെയ്യാത്ത ഒരുത്തിയുടെ പേരിൽ കവിത കുറിച്ച കാമുകൻ, പോങ്ങൻ, കിറുക്കൻ, അങ്ങനെ അങ്ങനെ അവളുടെ പേരിൽ ചാർത്തപ്പെട്ട എണ്ണമില്ലാത്ത ചെല്ല പേരുകൾ. പട്ടട വരെ അത് അങ്ങനെ ഉണ്ടാവണം. നിറഞ്ഞ മിഴികളെ കൈലിയുടെ തലപ്പ് കൊണ്ട് കൂടെ കൂടെ തുടച്ചു. തന്തയില്ല, തള്ളയില്ല, ആകെയുള്ളതെന്താ? പ്രേമം. ആർക്കും ആരോടും തോന്നാവുന്ന പ്രേമം. തത്വങ്ങളൊക്കെ പറയാൻ കൊള്ളാം, തോന്നേണ്ടവരോടെ പ്രേമം തോന്നാവൂ. അല്ലെങ്കിൽ ഇതൊക്കെയാണ് സ്ഥിതി. ഞായർ കാലത്ത് തന്നെ അമ്പലത്തിലെ ഓഡിറ്റോറിയത്തിന്റെ ചരിവിൽ ആഴത്തിൽ തന്നെ ഒരു കുഴി എങ്ങു മാന്തി. എന്റെ മോഹങ്ങൾക്കും എച്ചിലുകൾക്കും ഒരേ സ്ഥാനമായിരുന്നെന്ന് നേരിട്ടറിഞ്ഞ നിമിഷങ്ങൾ. ചെറുക്കൻ ആ നാട്ടുകാരൻ തന്നെ ആയിരുന്നതിനാൽ വിവാഹത്തിന് പൊതുവെ തിരക്ക് കുറവ്. ദൂരെ നിന്നാലും പുതുമോടിയിൽ അവളെ ഒരു നോക്ക് കാണാം, അത് മതി. കെട്ടുകഴിഞ്ഞ് മണവാളനോടൊപ്പം പുറത്തേക്കിറങ്ങിയ അവളുടെ മുഖത്ത് ഒരു തെണ്ടിയെ തോൽപ്പിച്ചതിന്റെ ആത്മനിർവൃതി മാത്രമാണ് പൂത്തുനിന്നത്. ആ ചിരിയും അവൾക്ക് അഴകാണെന്ന് ഞാനും. ചില കാമുകന്മാർക്ക് അങ്ങനെ തോന്നും, ഈ എന്നെ പോലെ. അവൾക്കായി വാങ്ങിയ താലി അമ്പലത്തിന്റെ കാണിക്ക വഞ്ചിയിലിട്ട് ഞാൻ തിരിഞ്ഞു നോക്കാതെ നടന്നു. ഇനി അതിന്റെ ആവശ്യം ഇല്ലല്ലോ. എല്ലാം അവസാനിച്ചതുപോലെ. ദിനങ്ങൾ പലത് കഴിഞ്ഞു. നെറുകയിൽ സിന്ദൂരവും മുടിയിൽ ഒരു കുഞ്ഞു റോസാപ്പൂവും ചൂടി കെട്ടിയനോടൊപ്പം ഒരു ബുള്ളറ്റിൽ ഇടയ്ക്കിടയ്ക്ക് അവൾ അമ്പലത്തിൽ വരാറുണ്ടായിരുന്നു. എന്തിനെന്നറിയാതെ ആലിന് മറഞ്ഞു നിന്ന് ഞാനും ആ കാഴ്ച കാണും. പിന്നെ പിന്നെ അവൾ ഒറ്റയ്ക്കായി വരവ്. പതിയെ പതിയെ അവളിലെ സന്തോഷത്തിന്റെ മിന്നലാട്ടങ്ങൾക്ക് പകിട്ട് കുറയുന്നത് ഞാൻ കണ്ടിരുന്നു. നിറമിടിയോടെ പടികൾ കയറിപ്പോകുന്ന അവളുടെ കാലുകൾക്ക് പഴയ വേഗത നഷ്ടപ്പെട്ടിരുന്നു. കരിനീലിച്ച കഴുത്തിൽ ഒരു നൂലുമാല, അതിന് താങ്ങാവുന്നതിനപ്പുറം ഭാരമായി ഒരു മിന്നെ. എന്നെ കാണുമ്പോൾ ആ പഴയ പുച്ഛഭാവം കുറഞ്ഞു കുറഞ്ഞു വന്നിരുന്നു. പിന്നീട് ഒരു സന്ധ്യാനേരത്ത് അന്ന് ഞാൻ ചെയ്തതുപോലെ കഴുത്തിലെ താലി കാണിക്ക വഞ്ചിയിലേക്കിട്ട് തിരികെ നടക്കുന്നത് കണ്ടു. ഞാൻ നടന്ന അതേ നടത്തം. എന്തു പറ്റിയെന്ന് അന്വേഷിക്കണമെന്നുണ്ടായിരുന്നു. മോശാവസ്ഥയിൽ അവളെ നോവിക്കാൻ ചെന്നതാണെന്ന് കരുതിയാലോ എന്നോർത്ത് ചോദിച്ചില്ലെന്ന് മാത്രം. ആ മനസ്സ് നോവുമ്പോൾ ഇന്നും എനിക്ക് നോവുന്നത് പോലെ. പിറ്റേന്ന് കേട്ട് കോട്ടക്കലെ വേണിയെ കാണാനില്ലെന്ന്. നെഞ്ചിലൊന്ന് കൈ ചേർത്തു വെച്ച് ഞാൻ സർവ്വദൈവങ്ങളെയും വിളിച്ചു പോയിരുന്നു. എൻ്റെ പെണ്ണ്, അവൾ ഇവിടെ പോകാൻ? എങ്ങും പോകില്ല, പോകാൻ അനുവദിക്കില്ല. വേണിയെ കാണാതായതോടെ അതുവരെ കോട്ടക്കലിലെ തറവാടിനുള്ളിൽ ഒതുങ്ങിയ വിവരങ്ങൾ പലതും നാട്ടിൻ പുറത്ത് വാർത്തയായി. പരസ്ത്രീ ബന്ധമുള്ള അവളുടെ യോഗ്യനായ ഭർത്താവ് അവളെ ഉപദ്രവിച്ചിരുന്നു പോലും. പലരുടെയും മുന്നിൽ അവളെ ഒരുക്കി നിർത്തിയിരുന്നു പോലും. തഹികെട്ട് ചത്തു കാണും ആ പെണ്ണ്, കവലയിൽ ആരോ പറഞ്ഞു. അമ്പലക്കടവിൽ മുങ്ങിയും പൊങ്ങിയും പലരും അരിച്ചു പിറക്കുന്നുണ്ടായിരുന്നു. പൊടി പോലും കെട്ടിയില്ല. 1-2 ദിവസത്തിനു ശേഷം ഓഡിറ്റോറിയത്തിന്റെ ചരിവിലെ എച്ചിൽ കുഴിയിൽ ചാവാലി പട്ടികൾ കുരച്ചുകൊണ്ട് ചാടി വീഴുന്നത് കണ്ട് പലരും കൂട്ടം കൂടി. നിലവിളിച്ച് അവളുടെ അമ്മയും അവിടെ എത്തി. സാരിയുടെ ഒരറ്റം അവറ്റകൾ കടിച്ചു പുറത്തിട്ടിരുന്നു. വീണിയാണെന്ന് ഉറപ്പായതോടെ ഭ്രാന്തി പിടിച്ച അവസ്ഥയായിരുന്നു എനിക്ക്. JCB കൊണ്ടുവന്ന് അഴുക്ക് നീക്കാൻ ആരൊക്കെയോ എന്നോട് പറഞ്ഞിരുന്നു. അവളെ തോണ്ടിയെടുക്കാനോ? ദേഹത്ത് കൊണ്ടാൽ അവൾക്ക് നോവില്ലടാ, ഞാൻ ഇറങ്ങിയെടുത്തോളാം.
ചീഞ്ഞാലും പഴുത്താലും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. കുഴിയിലേക്ക് ഇറങ്ങി എച്ചില് വകഞ്ഞു മാറ്റി ഒടുവിൽ വേണിയെ കണ്ടെത്തി. എന്തേ പുച്ഛിക്കുന്നില്ലേ ഇന്നെന്നെ? അവന്റെ ചോദ്യം കേട്ടതും കൂടി നിന്നവരുടെ ഇടയിൽ നിന്നും അവളുടെ അമ്മയുടെ നിലവിളി ഉയർന്നിരുന്നു. ഇനി നിങ്ങൾ കരയരുത്, അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. ചോദിച്ചതല്ലേ ഞാൻ, തന്നില്ലല്ലോ എനിക്ക്. അറിയിക്കേണ്ടത് അറിയിക്കേ, അല്ലെങ്കിൽ കൊലപാതകി എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടും. ഇവിടെ ഞാൻ തരില്ല ആർക്കും. ചെയ്യാൻ തുടങ്ങിയ മുഖത്ത് ആഴത്തിൽ ചുംബിച്ചപ്പോൾ അവന്റെ കവിളിലും പുഴുവും ചലവും പടർന്നിരുന്നു. എന്നോട് ക്ഷമിക്കടാ പൊന്നുമോനെ, നിനക്ക് മുന്നിൽ ഞങ്ങളൊന്ന് തോറ്റിരുന്നെങ്കിൽ. ഏയ്, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ അമ്മേ? അവൾ പോയില്ലേ? ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.